ജാതിമത വിവേചനത്തിന്റെ പേരിൽ മനംമടുത്ത് തന്റെ ജീവിതം അവസാനിപ്പിച്ച മലയാളി വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ ലത്തീഫ്. തന്റെ മകളുടെ ആത്മഹത്യയിൽ ശക്തമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഫാത്തിമയുടെ കുടുംബം തമിഴ്നാട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. ഫാത്തിമ ലത്തീഫിന്റെ മരണം തമിഴർക്ക് അപമാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചെന്നൈ IITയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അത്തരത്തിൽ ജാതിമത വിവേചനങ്ങളും ചിലരുടെ തെറ്റായ നടപടികളുമാണ് ഫാത്തിമ ലത്തീഫിന്റെ മരണത്തിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെന്നൈ IITയിലെ MA ഒന്നാം വർഷ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയായ കൊല്ലം സ്വദേശിനി ഫാത്തിമ ലത്തീഫിനെ ഹോസ്റ്റൽ മുറിയിലായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. IIT പ്രവേശന പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം റാങ്ക് നേടിയ ഫാത്തിമ ഇന്റേണൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതുമൂലം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് IIT അധികൃതർ പറഞ്ഞത്. ജാതീയവും മതപരവുമായ വിവേചനമാണ് മകളുടെ മരണത്തിന് കാരണമെന്നും ഫാത്തിമയുടെ കുടുംബം ആരോപിച്ചു. അധ്യാപകരായ സുദർശൻ പത്മനാഭൻ, ഹേമചന്ദ്രൻ, മിലിദ് എന്നിവരുടെ വർഗീയ പീഡനം മൂലമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ഫാത്തിമയുടെ മൊബൈൽ ഫോണിലെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഹേമചന്ദ്രൻ, മിലിദ് എന്നീ അധ്യാപകരെയും സഹപാഠികളെയും ഉൾപ്പെടെ 13 പേരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഉന്നത പഠന സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രമങ്ങളും വിവേചനവും വർദ്ധിക്കുകയാണ് എന്ന് മന്ത്രി KT ജലീൽ പറഞ്ഞു. മുൻപില്ലാത്ത വിധം ഇവിടുത്തെ അധ്യാപകരിൽ ഉറങ്ങിക്കിടന്ന ചില വികാരങ്ങൾ ഉണർന്നിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ പലയിടത്തും കാണുന്നത്. ഫാത്തിമയുടെ കുടുംബത്തിന് എല്ലാ സഹായവും സംസ്ഥാന സർക്കാർ നൽകും. കേന്ദ്ര സർക്കാർ വിഷയം ഗൗരവമായി പഠിക്കണമെന്നും തമിഴ്നാട് ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മദ്രാസ് IITയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഫാത്തിമ ലത്തീഫിന്റെ കൊല്ലത്തെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു KT ജലീൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.